ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് മെയ് മാസം 29-ാം തീയതി ഈ നല്ല ദിവസത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് സംഖ്യാപുസ്തകം 28-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൽ ഇസ്രായേൽ മക്കളോട് ദൈവം വളരെ സ്ട്രിക്റ്റായിട്ട് കൽപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ അധ്യായത്തിന് ഒരു ഹെഡിങ് കൊടുത്താൽ കൃത്യതയുള്ള ജാഗ്രത എന്ന് വേണമെങ്കിൽ പറയാം. കൃത്യതയുള്ള ജാഗ്രത. ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യണം. അതാണ് കൃത്യതയുള്ള ജാഗ്രത എന്ന് പറഞ്ഞാൽ. ചെയ്യാൻ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം, ചെയ്യുന്ന സമയത്തെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കണം, ചെയ്യുന്ന വിധത്തെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കണം. ഇസ്രായേലിനെ ചെയ്യുവാനായി നിരവധി പ്രമാണങ്ങൾ ദൈവം നൽകിയിരുന്നു. യാഗങ്ങളും ബലികളും അവർക്ക് അർപ്പിക്കാനുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും യാഗങ്ങൾ അർപ്പിച്ചാൽ പോരായിരുന്നു. അവയ്ക്കെല്ലാം കാലങ്ങളും സമയങ്ങളും ദൈവം നിശ്ചയിച്ചിരുന്നു. വഴിപാട് തക്ക സമയത്ത് അർപ്പിക്കണം. പെസഹ 1-ാം മാസം 14-ാം തീയതി തന്നെ ആചരിക്കണം. ദിവസയാഗങ്ങളുണ്ട്, ആഴ്ചയാഗങ്ങളും മാസയാഗങ്ങളും വർഷയാഗങ്ങളുമുണ്ട്. ഇവയൊക്കെയും ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. അതിന് ജാഗ്രത ആവശ്യമാണ്. ജാഗ്രതയായിരിക്കുവാൻ കൽപ്പിക്കണമെന്നാണ് ദൈവം മോശയോട് പറഞ്ഞത്. അതൊരു കൽപ്പനയായിരുന്നു. ഉത്സാഹവും സ്ഥിരതയും അച്ചടക്കവും ഭക്തിയും ഉണ്ടെങ്കിൽ കൊള്ളാം എന്നപോലെയുള്ള ഒരു നിർദ്ദേശമല്ല. തീർച്ചയായും ഉണ്ടായിരിക്കണം എന്നാണ്. ഇല്ലാതെ ഇരിക്കുവാൻ അനുവാദമില്ല, ന്യായീകരണവുമില്ല. ഓരോ യാഗവും അത് കഴിക്കേണ്ട സമയത്ത് തന്നെ കഴിക്കണം. കൂടാതെ ഓരോ യാഗവും കഴിക്കേണ്ടതുപോലെ കഴിക്കണം. ദഹിപ്പിച്ച് കളയണം. പുരോഹിതന് കൊടുക്കേണ്ടത് പുരോഹിതന് കൊടുക്കണം. യാഗമൃഗത്തിൻ്റെ മേധസ്സിൻ്റെ രക്തം യാതൊരു കാരണവശാലും ഭക്ഷിക്കരുത്. നിയമപ്രകാരം അർപ്പിക്കപ്പെടാത്ത യാതൊരു യാഗവും ദൈവം സ്വീകരിക്കുന്നതല്ല. അർപ്പിക്കേണ്ടതുപോലെ അർപ്പിക്കാത്തത് കൊണ്ടാണ് ദൈവം നാദാബിനെയും അബീഹുവിനെയും അഗ്നിക്കിരയാക്കിയത്. ദൈവം വളരെ സ്ട്രിക്റ്റാണ്. ദൈവം എല്ലാം ചട്ടപ്രകാരം ചെയ്യുന്നവനാണ്. ദൈവത്തിൻ്റെ ജനവും ചട്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യണമെന്ന് ദൈവത്തിന് നിർബന്ധമുള്ളയാളാണ്. ദൈവിക ശുശ്രൂഷകൾ മനുഷ്യൻ്റെ ഇഷ്ടം പോലെ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല. അങ്ങനെ അനുവാദമില്ല. ക്രിസ്തീയ ജീവിതം വിജയിക്കുവാൻ അച്ചടക്കം വേണം. അച്ചടക്കം വിജയിക്കുവാൻ ജാഗ്രത വേണം. ജാഗ്രതയില്ലാത്ത ജീവിതം കുത്തൊഴിഞ്ഞ പുസ്തകം പോലെയാണ്. ദൈവം അത് അനുവദിക്കുന്നില്ല, അംഗീകരിക്കുന്നുമില്ല. എല്ലാം ചന്തവും ഉചിതവുമായി ചെയ്യട്ടെ എന്നാണല്ലോ ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ. പൗലോസ് അങ്ങനെയാണ് കൊരിന്ത്യരോട് പറഞ്ഞത്. ദൈവാലയത്തിൽ പെരുമാറേണ്ടത് എങ്ങനെയെന്ന് നീ അറിഞ്ഞിരിക്കണം എന്നാണ് പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞത്. ഈ പ്രമാണങ്ങളെല്ലാം ഇന്നും പ്രസക്തമാണ്. ഇന്നത്തെ കാലത്തിൻ്റെ ഒരു തിന്മ നിയമാധിഷ്ഠിതമായിരിക്കുന്ന ആരാധനാക്രമങ്ങളെ മനുഷ്യർ അവഗണിക്കുന്നു എന്നതാണ്. ലീഗലിസം എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് ആളുകൾ തോന്നിയതുപോലെ പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് ഇന്നുള്ളത്. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ കാറ്റിൽ പറത്തുവാനുള്ള വ്യഗ്രതയാണ് ഇന്നത്തെ യുവജനങ്ങളിൽ കണ്ടുവരുന്നത്. ദൈവത്തെ ദൈവജനപ്രകാരം കൃത്യതയോടെ അപ്പോസ്തലിക കാലം മുതൽ ചെയ്തു വന്നതുപോലെ ചെയ്യണമെന്നാണ് ദൈവം ഇന്നും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് പാരമ്പര്യവാദമല്ല, ലീഗലിസവുമല്ല, ദൈവജനത്തിലുള്ള കൂറ് മാത്രമാണ്. മാറ്റപ്പെടാത്ത വചനം അനുസരിക്കുന്നത് അനുഗ്രഹത്തിനൊഴിച്ചുകൂടാത്തതാണ്. വചനം അനുസരിച്ച് ജീവിക്കുവാൻ ആണ് നാം കടപ്പെട്ടത്. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ വ്യാജമായിരിക്കുന്ന ക്ലീശകൾ, ലീഗലിസമെന്നും അതും ഇതുമൊക്കെ പറഞ്ഞുള്ള ക്ലീശകൾ നമ്മൾ ഒഴിവാക്കി ദൈവത്തിൻ്റെ മക്കൾ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണ് ദൈവത്തെ ആരാധിച്ചത്, വർഷങ്ങളായിട്ട് എങ്ങനെയാണ് അവർ ആരാധിച്ചതെന്ന് മനസ്സിലാക്കി അതുപോലെ ആരാധിക്കുകയാണ് നമ്മെ സംബന്ധിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമുക്ക് ചെയ്യാം. അതുകൊണ്ട് കൃത്യതയുള്ള ജാഗ്രത. ഓരോന്നും പെസഹ ആചരിക്കേണ്ട ദിവസം തന്നെ ആചരിക്കണം. അതുപോലെ ഓരോരോ പെരുന്നാളുകൾ അങ്ങനെ തന്നെ. ദിവസയാഗങ്ങൾ രാവിലെയും വൈകിട്ടും ദഹിപ്പിക്കേണ്ടത് അങ്ങനെ ദഹിപ്പിച്ചിരിക്കണം. 24 മണിക്കൂറും കത്തിക്കണം. അത് ധൂപപീഠത്തിന്മേൽ കത്തിക്കുന്നത് യാഗപീഠത്തിൽ തീ കൊണ്ടായിരിക്കണം. ഒരു കാര്യത്തിനും വ്യത്യാസം വരുത്താൻ പാടില്ല. അതേ മഹാഭാവപരിഹാര ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ചെയ്തിരിക്കണം. കൃപാസനത്തിങ്കിലേക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുന്ന പുരോഹിതൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് ചട്ടമായിട്ട് അങ്ങനെ ചെയ്യണം. അങ്ങനെ ദൈവത്തിന് വളരെ നിർബന്ധമുണ്ട്. അതേ പറയും അതൊക്കെ ന്യായപ്രമാണ കാലത്തല്ലേ, കൃപയുടെ കാലത്തോ? ന്യായപ്രമാണ കാലത്ത് അങ്ങനെയാണ് ദൈവം പ്രതീക്ഷിച്ചെങ്കിൽ കൃപയുടെ കാലത്ത് ദൈവം കൂടുതൽ പ്രതീക്ഷിക്കും. കാരണം എന്താണ്? അത് ചെയ്യാനുള്ളതായിരിക്കുന്ന ശക്തി ഇന്ന് നമുക്കുണ്ട്. അന്നത്തെ കാലത്ത് സ്വന്തം ശക്തി കൊണ്ടാണ് അത് ചെയ്യേണ്ടിയിരുന്നത്. കൃപായുഗത്തിൽ ജീവിക്കുന്ന നമുക്കത് ചെയ്യാനുള്ള ശക്തി ദൈവം പകർന്നു തരുന്നതാണ്. അതുകൊണ്ട് ചെയ്യുന്ന കാര്യത്തിലല്ല നമുക്ക് വിട്ടുവീഴ്ചയുള്ളത്. ചെയ്യാനുള്ളതായിരിക്കുന്ന സ്രോതസ് ശക്തി നമുക്ക് പകർന്നു തരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ കൂടുതൽ കൃത്യതയോടുകൂടെ നാം അത് ചെയ്യുവാൻ കടപ്പെട്ടവരാണ്. എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കൃത്യതയുള്ള ജാഗ്രത നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അതുകൂടാതെ നമുക്ക് കഴിയില്ല. എന്തെങ്കിലും ചെയ്താൽ പ്രസാദിക്കപ്പെടുന്നവനല്ല നമ്മുടെ ദൈവം. ചെയ്യേണ്ടതുപോലെ കാര്യങ്ങൾ കൃത്യമായി കൃത്യസമയത്ത് ചെയ്യണം. അപ്പോൾ മാത്രമേ ദൈവം നമ്മിൽ പ്രസാദിക്കൂ. അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.